നീ നടന്നേ എന്താ വെച്ചാ നിനക്ക് ഇന്നലെ ശമ്പളം കിട്ടിയെന്ന് അമ്മ പറഞ്ഞില്ല. അമ്മക്ക് സാരിയാ, എനിക്ക് ഷർട്ട് അമ്മടക്കം മേടിച്ചു. ഇന്നലെ എനിക്ക് ശമ്പളം കിട്ടി. ഇവിടെ വന്നിട്ട് ആദ്യത്തെ ശമ്പളം അല്ലേ, അതുകൊണ്ടാണ് ഞാൻ നമുക്ക് സാരിയും അച്ഛനും ഷർട്ടൊക്കെ മേടിച്ചത്. അതൊക്കെ നല്ല കാര്യം. അല്ല, എന്നിട്ട് ബാക്കി പൈസ എന്റെ അക്കൗണ്ടിലുണ്ട്. അതിന് അക്കൗണ്ടിൽ ഇട്ടാക്കണത് പൈസ ആവശ്യമൊന്നുമില്ല, അതിന്റെ അക്കൗണ്ടിലൊക്കെ കിടന്നോട്ടെ. ആർക്കും ആവശ്യമില്ലാന്ന്. നാളെ ജോലി കഴിഞ്ഞ് വരുമ്പേ അക്കൗണ്ടിൽ കിടന്ന പൈസ എല്ലാവരും എന്നെ ഏൽപ്പിക്കണം. മനസ്സിലായാ? വീട്ടിലെ കാരണന്മാരെയാണ് ശമ്പളം കിട്ടി കഴിഞ്ഞ് ഏൽപ്പിക്കേണ്ടത്, അല്ലാണ്ട് അക്കൗണ്ടിൽ ഇട്ട് വെക്കേണ്ടത് വേണ്ടത്. അത് മാത്രമല്ല, അവനാണെന്ന് ഗൾഫിലാണ്. നിന്റെ അടുത്തൊക്കെ പൈസ ഇട്ടുണ്ടെങ്കിലേ ഈ കുറെ തോന്നിയാസം കാണിച്ച പൈസ നശിപ്പിച്ചളയും. അതുകൊണ്ട് നാളെ ജോലി കഴിഞ്ഞ് വരുമ്പോ അക്കൗണ്ടിലുള്ള പൈസ എടുത്തിട്ട് എന്റെ കൈ കൊടുത്തെന്നോളാം. പറഞ്ഞില്ലേ? എന്റെ അച്ഛ, ഞാൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കിട്ടിയ പൈസയാണ്. ആ പൈസ എന്റെ ഇഷ്ടത്തിന് ചെലവാക്കാനുള്ളതല്ലേ. ആ പൈസ എങ്ങനെയൊക്കെ ചെലവാക്കണമെന്ന് എനിക്കറിയാം. പൈസയുടെ വില അറിയുന്നോണ്ട് ഞാൻ അനാവശ്യമൊക്കെ എന്താ പൈസ കളയൂല. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്റെ കയ്യിൽ പൈസ ഞാൻ സമ്മതിക്കൂല. അത് മാത്രമല്ല, ഇവിടെ അങ്ങനത്തെ ഒരു പതിവില്ല. ഞാൻ അമ്മനോട് ചോദിക്കും, അമ്മേന്റെ ജോലിക്ക് വരുന്നല്ലേ, ആ സമയത്ത് ശമ്പളം ആരെടുത്താണ് കൊണ്ട് തന്നിരുന്നത്? എന്റെ അടുത്താണ് ശമ്പളം കൊണ്ട് തന്നിരുന്നത്. എന്റെ ഭർത്താവാണെന്നുണ്ടെങ്കിലും ആരെടുത്താണ് പൈസ കൊടുക്കുന്നത്? വീട്ടിൽ ചെലവുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും പൈസ എന്റെ അടുത്താണ്. അതുകൊണ്ട് നാളെ വരുമ്പോ എനിക്ക് പൈസ കൊണ്ട് തന്നിരിക്കണം. എന്റെ അച്ഛൻ്റെ അതിൽ പൈസ തന്നിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമാവില്ല. ഒരു കാര്യം ചെയ്യാ, അമ്മനെ വിളിക്കാം. ലക്ഷ്മി അത് വന്നേ. അവള് വരുമ്പോ അറിയാല ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോണെന്ന്. എന്താ നീ വന്നേ. അതേ, എനിക്ക് ശമ്പളം കിട്ടി. ആ ശമ്പളം എന്റെ കയ്യിൽ കൊണ്ട് തരാൻ പറഞ്ഞപ്പോ അവൾക്ക് പറ്റൂല, അവളുടെ കയ്യിൽ വെച്ചോളാന്ന്. നീ ജോലിക്ക് വരുന്ന സമയത്തേ നീ ശമ്പളം ആരെടുത്താണ് വന്നിരുന്നത്? അത് മോളെ അച്ഛൻ്റെ അടുത്ത് ഞാൻ കൊടുക്കാറട്ടാണ്. കേട്ടാ, ആരെടുത്താണ്? എന്റെ അടുത്ത്. അതുകൊണ്ട് ആ ചിട്ട തന്നെ ഇവിടെ മതി. നാളെ വരുമ്പോ നീ പൈസ എടുത്തുമ്പോ തന്നിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ല? അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ എന്റെ അക്കൗണ്ടിൽ കിടക്കണ പൈസ എടുത്ത് അച്ഛന്റെ കയ്യിലേക്ക് തരാൻ പോണില്ല. ആ പൈസ എന്റെ ചെലവിലും പിന്നെ എനിക്കുള്ള ഒരു സമ്പാദ്യം കൂടിയാണത്. അമ്മ ഇപ്പൊ അച്ഛൻ്റെ കയ്യിൽ ജോലിക്ക് പോയ സമയത്ത് പൈസയൊക്കെ തന്നിട്ടുണ്ടാവും. അതിനിപ്പോ അമ്മ അനുഭവിക്കണില്ലേ? സ്വന്തമായിട്ടൊരു സമ്പാദ്യം ഉണ്ട് അമ്മക്ക്. അമ്മക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മേടിക്കാനായിട്ട് പറ്റണ്ട. എന്ത് മേടിക്കണമെങ്കിലും അച്ഛന്റെ മുമ്പിലൊന്ന് കൈ നീട്ടണം. അച്ഛനാണെങ്കിലാ അമ്മയുടെ ഇഷ്ടം എന്താണെന്നോ ഒന്നും അറിയാറില്ല. അമ്മ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ പോലും ചെവിക്കൊള്ളാറുണ്ട അമ്മയുടെ ഇഷ്ടമാണ്, എന്നാൽ അത് നടക്കട്ടെ എന്ന് പോലും അച്ഛൻ ചിന്തിക്കാറില്ല. ഈ ആട്ടലും തുപ്പലും തന്നെയല്ലേ കേൾക്കണത്. അതിനേക്കാൾ ഭേദം ആ പൈസ എന്റെ അക്കൗണ്ടിൽ കിടന്നോട്ടെ. എനിക്കും ഒരു സമ്പാദ്യമൊക്കെ വേണമല്ല. പിന്നെ ഈ കുടുംബത്തിലെ ചെലവിനുള്ള പൈസ അതെന്റെ ചേട്ടൻ ഗൾഫിൽ അയച്ചിട്ടുണ്ട്. പിന്നെ ഞാനായിട്ട് പൈസ തരേണ്ട ഒരാവശ്യമില്ലല്ല. എന്റെ വീട്ടുകാരെ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് ഒരിക്കലും ഒരാളുടെ മുമ്പിൽ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞാനിപ്പോ പൈസയൊക്കെ കിട്ടിയത് അച്ഛൻ്റെ കയ്യിൽ തന്നു കഴിഞ്ഞാലില്ലേ, എന്റെ അവസാനം അമ്മയുടെ അവസ്ഥയും എനിക്കും എന്തിനും അച്ഛന്റെ മുമ്പിലൊന്നും ഞാൻ കൈനീട്ടേണ്ടി വരും. ആ അവസ്ഥ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പൈസ എന്റെ അക്കൗണ്ടിൽ തന്നെ ഇറന്നോട്ടെ.